നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. ഗതാഗത മന്ത്രിയുടെ കണ്ടെത്തലിനെ തള്ളി KSRTC റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭം 2.89 കോടി രൂപ. വരവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ച് KSRTC. വാർഷിക കണക്ക് ചോർന്നതിൽ വിശദീകരണം തേടി മന്ത്രി ഗണേഷ് കുമാർ. SLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി 10 രൂപ വീതം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പിരിവ് ചോദ്യപേപ്പർ അച്ചടിക്കുന്ന ചെലവിലേക്ക്. വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി. കരുവന്നൂരിൽ ED അന്വേഷണം അനിശ്ചിതമായി നീളരുതെന്ന് ഹൈക്കോടതി. സാമ്പത്തിക ഇടപാടിൽ ഒട്ടേറെ ചോദ്യങ്ങൾ. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ലെന്നും കോടതി. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് EDക്ക് മുന്നിൽ ഹാജരായില്ല. അയോധ്യ രാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ചടങ്ങിൽ നേതൃത്വം വഹിച്ചു പ്രധാനമന്ത്രി. ഇത് പുതിയ കാലഘട്ടത്തിന്റെ ഉദയമെന്ന് നരേന്ദ്രമോദി. नए काल चक्र का उद्गम है. राम मंदिर के भूमि पूजन के बाद से प्रतिदिन पूरे देश में उमंग और उत्साह बढ़ता ही जा रहा है. ക്ഷേത്രം നാളെ മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. കരടിൽ ഗവർണർക്കെതിരെ പരാമർശമില്ല. ഫയൽ രാജ്ഭവൻ സർക്കാരിന് കൈമാറും. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ഈ മാസം 25. മോഹൻലാൽ ചിത്രം നേര് നാളെ OTT സ്ട്രീമിംഗ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. രഞ്ജി ട്രോഫിയിൽ മുംബൈക്കെതിരെ കേരളത്തിന് ദയനീയ തോൽവി. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 94 റൺസിന് പുറത്ത്. ഷാംസ് മുളാനിക്ക് 5 വിക്കറ്റ്.